കമ്മ്യൂണിസ്റ്റിൻ്റെ അന്ത്യനിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ആ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, അഗ്നിനാളങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പുതിയൊരു ചരിത്രമായി VS മാറുകയാണ്. സഖാക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു മഹാനുഭാവൻ. ഭൗതിക ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുന്ന നിമിഷമാണ് നമ്മൾ ഈ കാണുന്നത്. 8.5 പതിറ്റാണ്ടോളം ഈ മണ്ണിൽ ഒരു തനി കമ്മ്യൂണിസ്റ്റായി ജീവിച്ച ഒരു മനുഷ്യൻ ഓർമ്മയാകുന്നു. അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മകളുടെ വേലിയേറ്റമുണ്ടാകുന്ന ഒരു നിമിഷമാണ്. അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിക്കഴിയുമ്പോൾ സ്വച്ഛന്തം ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് അദ്ദേഹം പറയുന്ന ഒരവസ്ഥയിലേക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി VS മാറുകയാണ്. തൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ അതേ മണ്ണിൽ പി കൃഷ്ണപിള്ളയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിന് സമീപം മറ്റൊരു ചിതയൊരുങ്ങുകയാണ്. അദ്ദേഹം ഈ ഓരോ അവിടെ തടിച്ചുകൂടിയ ആളുകളുടെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിൽ അവരുടെ ആത്മാവിൽ ഒരു ചിത കത്തി ഉയരുകയാണ്. ഈ ചിതയിൽ എരിഞ്ഞടങ്ങുമ്പോൾ ഒരു കാലഘട്ടം കൂടി എരിഞ്ഞടങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. VS എന്ന മനുഷ്യ കഥാനുകായി, മനുഷ്യസ്നേഹി അല്പനിമിഷങ്ങൾക്കകം ഈ ചിതയിൽ എരിഞ്ഞടങ്ങുമ്പോൾ നമുക്ക് ഒരു വലിയ കമ്മ്യൂണിസ്റ്റിൻ്റെ ചരിത്രം വായിക്കാൻ കിട്ടുന്നതിനപ്പുറം 8.5 പതിറ്റാണ്ടോളം മനുഷ്യനന്മയ്ക്ക് വേണ്ടി പടപൊരുതിയ ഒരാളെ നഷ്ടമായി എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയുന്നു. എന്നേക്കുമായി അദ്ദേഹത്തിനൊപ്പം ജീവിച്ചവർ, ബന്ധുക്കൾ, മക്കൾ, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി, ജീവിത കാലഘട്ടം മുഴുവൻ നിഴലായി ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ ബസുമതി, ഇവർക്കെല്ലാവർക്കും എന്നേക്കുമായി VS ഇല്ലാതായി, VS ഓർമ്മയാകുന്നു.